ഓവൽ ടെസ്റ്റിൻ്റെ അവസാന ദിനം ക്രിസ് വോക്സ് തോളലിൽ പൊട്ടി ടെസ്റ്റിൽ നിന്ന് തന്നെ പുറത്തായെന്ന് കേട്ടിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ 9 വിക്കറ്റ് വീണപ്പോൾ ഇന്ത്യ ജയം ഉറപ്പിച്ചു നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ക്രിസ് വോക്സ് തൻ്റെ കെട്ടിവെച്ച കൈയുമായി സ്വന്തം രാജ്യത്തിനു വേണ്ടി ഒരു കൈയിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങി വരുന്നത്. ഒരുപക്ഷെ ക്രിക്കറ്റ് എന്ന സ്പോർട്സിന് എത്രത്തോളം മഹത്വമുണ്ടെന്ന് തെളിയിക്കുന്ന മൊമെൻ്റ് കൂടിയായിരുന്നു അത്. സ്വന്തം രാജ്യത്തിനു വേണ്ടി ഇറങ്ങുമ്പോൾ പരിക്കുകളൊന്നും ധീരരായ കളിക്കാർ ശ്രദ്ധിക്കാറില്ല. മുൻപത്തെ ടെസ്റ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഋഷഭ് പന്തും ഫ്രാക്ചറായ കാലുമായി കളിക്കാൻ ഇറങ്ങിയിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവോ എന്നറിയില്ല. അറ്റ്കിൻസൺ ഒരു ഓവറിൽ 5 ബോൾ സ്ട്രൈക്ക് ചെയ്തു. അപ്പോഴെല്ലാം ഫീൽഡ് നന്നായി സ്പ്രെഡ് ചെയ്തായിരുന്നു ക്യാപ്റ്റൻ ഗിൽ ഇട്ടിരുന്നത്. എന്നാൽ അവസാന ബോളിൽ അറ്റ്കിൻസൺ സിംഗിളിന് പോകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ അപ്പോഴും ഫീൽഡ് സ്പ്രെഡ് ചെയ്ത് തന്നെ ക്യാപ്റ്റൻ ഗിൽ വെച്ചു. നമ്മളെല്ലാവരും അപ്പോൾ ചിന്തിച്ചത് എന്തൊരു മണ്ടത്തരമാണ് ഗിൽ കാണിക്കുന്നത് എന്നാണ്, അല്ലേ? സർക്കിളിൽ ഉള്ളിൽ എല്ലാവരെയും നിർത്തിയാൽ ആ സിംഗിൾ തടയാമായിരുന്നു. എങ്കിൽ ഒരു കൈയുമായി ക്രിസ് വോക്സിന് ബാറ്റ് ചെയ്യേണ്ടി വന്നേനെ. അവിടെയാണ് ഇന്ത്യൻ ടീമിൻ്റെയും ക്യാപ്റ്റൻ ഗില്ലിൻ്റെയും മഹത്വം മനസ്സിലാവുന്നത്. ക്രിസ് വോക്സിൻ്റെ വിക്കറ്റ് എടുത്ത് ഉള്ള ജയം വേണ്ട എന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. നോക്കുക, ആ കളി തോറ്റിരുന്നെങ്കിൽ പരമ്പര തന്നെ ഇന്ത്യക്ക് നഷ്ടമാകുമായിരുന്നു. ഗില്ലിന് ക്യാപ്റ്റൻ എന്ന നിലയിൽ ആദ്യത്തെ പരമ്പര കൂടിയാണ്. തോറ്റിരുന്നുവെങ്കിൽ എന്തൊക്കെ വിമർശനം വന്നേനെ. എന്നിട്ടും ഗിൽ ആ ധീരതയ്ക്ക് തയ്യാറായി. ജയിക്കുകയാണെങ്കിൽ അറ്റ്കിൻസന്റെ വിക്കറ്റ് എടുത്തു മാത്രം ജയിച്ചാൽ മതിയെന്ന്. ഒടുവിൽ സിറാജ് അറ്റ്കിൻസന്റെ കുറ്റി തെറിപ്പിച്ച് ഇന്ത്യയെ ജയിപ്പിച്ചു. ഒരുപാട് രാജ്യങ്ങൾ ജയം മാത്രം മുന്നിൽ കണ്ട് ഒരുപാട് നേറുകേടുകൾ കാണിക്കാൻ തയ്യാറാകുമ്പോൾ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഈ കാണിച്ച ധീരതയ്ക്ക് ഒരുപാട് മഹത്വമുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ സുഹൃത്തിന് ഷെയർ ചെയ്യണം. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നന്ദി.